അളിയ എന്നാൽ ഇത്രയും കാട്ടിക്കൂടെ വരണ്ടായിരുന്നു. ഡെന്നി ഉണ്ടോടാ നീ അവിടെ? പാമ്പോ കാണുമോ അളിയ? അതല്ല കമ്പിന്റെ ഇടയിൽ പാമ്പ് കാണുമോ? കേറിക്കോ, വെച്ച് പിടിച്ചോ. അയ്യോ സൂക്ഷിച്ച്, അത് ഉറച്ചിട്ടില്ല, മനസ്സിലായില്ലേ? അതെ ഡെന്നി കേറി പോവാടാ. എടാ അനീസായിരിക്കും. എടാ നമ്മൾ ലോസ്റ്റ് ആയി പോയാൽ അവൻ മെസ്സേജ് അയച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞായിരുന്നു. അർജുനെ സൂക്ഷിച്ച് കയറിയോ. ഫോട്ടോ ഒന്നും എടുക്കാൻ സമയമില്ല, നിങ്ങൾ നടക്ക്. ആ ആ ഇതാ കൊടുങ്കാട്ടിലൂടെയുള്ള സഞ്ചാരം. പാമ്പ് പാമ്പ് അടിയോ. ആ മതി കൊല്ലണ്ട, വിട്ടേരെ. നടന്നോ രമേശോ. ആ കൊടുങ്കാട്ടിന്റെ ഏതോ ഒരു ഭാഗത്ത് നിന്ന് രമേശൻ വെച്ച് വെക്കുന്നുണ്ട്. ഞങ്ങളിതാ സഞ്ചാരത്തിന് വേണ്ടി സന്തോഷ് ജോഷ് കുളങ്ങര. നടക്കുക നടക്കുക, തളരരുത്, നടന്നുകൊണ്ടിരിക്കുക. ടണ്ടണ്ടാ എന്ത് തലടിച്ച് വന്നോന്ന് അറിയില്ല. ഞാൻ ക്യാമറ എങ്ങനെ വെച്ചേക്കുന്നു എനിക്കൂല അറിയും. ഇല വെക്കാടെ. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ഘോര വനത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്ത് സംഭവിക്കുന്നുവെന്ന് നമുക്കറിയില്ല. കടുവ വന്നാൽ വായിലാകുകയില്ല, നമുക്ക് വേറെ വഴിയില്ല. എന്താ ചില്ലുകൾക്കിടയിലൂടെ സിൽക്കാരം. ഭഗവാനെ വഴിയുണ്ടെന്ന് പറഞ്ഞാൽ രമേശൻ്റെ അങ്ങനെ മുകളിലേക്ക് പോയത്. ഞാനിപ്പോൾ വഴിയിലെന്ന് വിളിച്ചു പറയുന്നു. ഇത് നമുക്ക് വഴി തെറ്റിയാണോ അറിയില്ല. ഇടയുമ്പോൾ എത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ വഴി എത്തിയോ. അവിടെ ഇരിക്കാ ഭഗവാനെ. വരൂ വരൂ, വന്നുകൊണ്ടേയിരിക്കൂ. ഇതാ കൊടുങ്കാട്ടിലൂടെയുള്ള യാത്ര തുടരുകയാണ്. ഇതുവരെ കാട്ടുവഴികളൊന്നും കണ്ടിട്ടില്ല, ശരിയായിട്ടുള്ള വഴിയൊന്നും കണ്ടിട്ടില്ല. കാട്ടുവഴികൾ മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഘവനും പുറകെ രമേശനും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വഴിയറിയാതെ ഈ കാട്ടിലൂടെ ഞാനും ശ്രീകാന്തും ഡെന്നിയും ഞങ്ങളുടെ ജൂനിയർ അർജുൻ താഴെ ആ കാണും അർജുനും നടക്കുകയാണ്. എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. നമുക്ക് മേലോട്ട് പോയി നോക്കാം. ദൂരെ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ എതിരെ ദിശയിലൂടെയൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്കറിയില്ല. അളിയാ റിസ്കാവോ? ഈ വഴിയൂടെ പോകുമ്പോൾ ക്യാമറ യൂസ് ചെയ്യാൻ കഴിയുമോ എന്ന് എനിക്കൊരു ഡൗട്ടാണ്. നമുക്ക് നോക്കാം. ഗോഡൗണോ? ഇത്രയും കയറിയിട്ട് ഗോഡൗണോ? വാട്ട് ആർ യു സെയിങ് ബഡി? അപ്പോ എടാടാ ഇത് കേറാൻ നോക്കൂല. ആ പണ്ടായത് എങ്ങനെയാണെന്ന് കേറുന്നതിൻ്റെ കൂടെ ക്യാമറ എടുക്കാൻ എനിക്കറിയില്ല. ഞാൻ ശ്രമിച്ചു നോക്കാം. ആണോ? ചെരുപ്പൂരാതെ കയറാൻ നോക്കില്ല എന്നാണ് പറയുന്നത് രമേശൻ. ചെരുപ്പൂര് ക്യാമറ എടുക്കാൻ നോക്കത്തില്ലടാ. ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുക. വീഡിയോ തൽക്കാലത്തെ കട്ട് ചെയ്യാണ്.
ഇല്ലാതെ റോക്ക് ക്ലൈം ചെയ്യാൻ കഴിയില്ല. കണ്ടില്ലേ ചെങ്കുത്തായ റോക്ക്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ധോണി വാട്ടർഫോൾസാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ അതിസാഹസ്യമായ മലകയറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് തിരിച്ചു വരാം. ഈ മല കയറിയതിനു ശേഷം ഈ ചെങ്കുത്തായി കാണുന്ന പാറ നമ്മളിപ്പോൾ കയറിയിരിക്കുകയാണ്. ഈ പാറയിൽ കയറാൻ എൻ്റെ കൂടെ സഹായത്തിനായി രമേശനോട് നമുക്ക് കുറച്ച് നേരത്തേക്ക് സംസാരിക്കാം. ഡിയർ രമേശൻ, ഈ മലകയറ്റത്തെ കുറിച്ച് നമുക്ക് എന്താണ് പറയാനുള്ളത്? മലകയറ്റം ശരിക്കും പറഞ്ഞാൽ നമുക്ക് വഴി അറിയില്ല. വഴി അറിഞ്ഞൂടാ. ഞങ്ങൾ ഏതോ ഒരു വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെങ്കുത്തായ ഒരു മല നമ്മൾ കയറി കാണിച്ചു കൊടുക്കും. നമ്മുടെ സുഹൃത്തുക്കൾ സൂം ചെയ്യാൻ കഴിയില്ല, ഈ ക്യാമറയുടെ കുഴപ്പമാണ്. എന്നാൽ തന്നെ നിങ്ങൾക്ക് ഞാൻ വിരൽ കാണിക്കുന്നതിൻ്റെ ഭാഗത്തായിട്ട് നോക്കുക. അവിടെ നമ്മുടെ സുഹൃത്തുക്കൾ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. നമ്മൾ കുറേ അധികം ദുർഘടമായ പാതകൾ പിന്നിട്ടാണ് ഇതിൽ കയറിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മുൻപേക്കുള്ള ഒരു എന്താണ് നമുക്കുള്ള ചാൻസുകൾ? പാത നമുക്കറിയില്ല, നമുക്ക് വഴിയാണെന്നറിയില്ല. വഴി പുതിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പുതിയ ലക്ഷ്യം. കാലം കുറെ പൊട്ടിയുണ്ട്, അവിടെ ഇവിടെയൊക്കെ വീണു. ഇനി നമ്മുടെ സുഹൃത്തായ രാഘവൻ മേളിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. രാഘവനെ ജസ്റ്റ് പരിചയപ്പെടുത്താം നിങ്ങൾക്ക് വേണ്ടി. അയാളെ രാഘവനോട് നിൽക്കുകയാണ്. രാഘവനെ പരിചയപ്പെടുന്ന എൻ്റെ കയ്യിൽ മുള്ളു കൊണ്ട് കയറിയിട്ടുണ്ട്. അവർ ഇപ്പോഴും വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങളുടെ സുഹൃത്ത് അർജുന് വേണ്ടി. എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല. പാറ വളരെ ചെങ്കുത്താണ്, വളരെ റിസ്കി ഏരിയയാണ്. ദൂരെ നിങ്ങൾക്ക് വിശാലമായ പാലക്കാട് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ദൂരെ കാട്ടുപക്ഷിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇത് ആലപ്പുഴ ആണ്. ക്യാമറയുടെ ചാർജിന്റെ പരിമിതിയിലൂടെ ഞങ്ങൾ കട്ട് ചെയ്തായിരിക്കും എടുക്കുന്നത്. നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടെ മുകളിലെത്തി പോയിന്റിന് ശേഷം ഞങ്ങൾ തിരിച്ചു വരാം. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. ഡിയർ ഫ്രണ്ട്സ്, നമ്മളിപ്പോഴും നേരത്തെ കണ്ട പോയിന്റിൽ തന്നെ നിൽക്കുകയാണ്. ഇതുവരെ നമ്മുടെ സുഹൃത്തുക്കൾ കയറി എത്തിയിട്ടില്ല, അവിടെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ താഴെ നിന്ന്. നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നുള്ളത്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ സമയം കളയുന്നത്. രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഞാനിപ്പോൾ പ്രധാനമായിട്ട് വീഡിയോ തിരിച്ചു വന്നത്. ഒന്ന്, ക്യാമറയുടെ ചാർജ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഈ ചാർജ് തീരുകയാണെങ്കിൽ മിക്കവാറും നമ്മൾ മൊബൈൽ ക്യാമറയിൽ എടുക്കാൻ, അതായത് മൊബൈൽ ക്യാമറയിൽ ക്ലാരിറ്റി കുറവാണ് നിങ്ങൾക്കറിയാം. 2 മെഗാ പിക്സലിൻ്റെ മൊബൈൽ ക്യാമറയിൽ എടുക്കാനുള്ള സാധ്യത കൂടുതലാണ് ഞങ്ങൾ വീഡിയോ. പിന്നെ നമുക്കിപ്പോൾ ഇതാണ് ഞങ്ങളുടെ സുഹൃത്ത് അർജുൻ. അർജുൻ, എങ്ങനെയുണ്ടായിരുന്നു കയറ്റം? നല്ല കയറ്റം. പറയൂ, താങ്കൾ എങ്ങനെയാണ്? ദുർഘടമായിരുന്നോ? ദുർഘടം. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് ഇത്രയും വരെ കൊണ്ടെത്തിച്ച് വഴിയെത്തിച്ച് നിർത്തി നമുക്ക് രാഘവനോട് നമുക്ക് എന്താ കാര്യങ്ങളെന്ന് ചോദിക്കാം. രാഘവൻ നിങ്ങൾക്കറിയാം, ചെന്നൈക്കാരനാണ്. രാഘവൻ കാടുകളുടെ ഇടയിലിരിക്കുകയാണ്. രാഘവൻ, tell your opinion about this trekking. Super. Now we have a muscle pull. Do you think that we will have a way in the top? I think we have. Okay, so we can hope for the best. Okay. There's a way. Yeah, where there's a way. Okay, fine. We'll come back to you soon. ഇത്രയും നേരം കയറി ഡെന്നിയെ നമ്മൾ പരിചയപ്പെട്ടില്ല. ഡെന്നി, പറയൂ, താങ്കൾക്ക് ഈ മലകയറ്റത്തിൽ എന്താണ് അഭിപ്രായം? പുള്ളിയുടെ ചെരുപ്പ് ദൂരെ കിടക്കുകയാണ്, പുള്ളി അതെടുക്കാൻ വഴിയില്ലാതെ നിൽക്കുകയാണ്. ഡെന്നി, പറയൂ, പെട്ടെന്ന് പറയൂ, അഭിപ്രായം പറഞ്ഞു. നമുക്ക് ചാർജില്ല, ബാറ്ററി ചാർജിന് പരിമിതിയും പെട്ടെന്ന് കാര്യങ്ങൾ നീക്കണം. അദ്ദേഹം ചെരുപ്പ് എടുക്കാനുള്ള തത്രപ്പാടിലാണ്. നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. പുള്ളി ചെരുപ്പ് നീക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് സാഹസ്യമായി തിരിച്ചു വരികയാണ്. ഇപ്പോൾ എനിക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന് പതുക്കെ കയറുക, പക്ഷെ പതുക്കെ കയറിയ ക്യാമറ ചാർജ് തീർന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇതാ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ബോറടിക്കാതിരിക്കാനും പിന്നീട് നമുക്ക് സ്പീഡിൽ പോകാനും വേണ്ടി ഞാൻ കുറച്ച് സ്പീഡിൽ നടക്കുകയാണ്. ഫുൾ ഘോരമായ കാട്ടുവഴികളാണ്. അതെ, ഇതാണ് റിയൽ അഡ്വഞ്ചർ. ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താം. ഞങ്ങൾ അമൃത സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് MSW ഞങ്ങൾ ചേർന്ന സംഘം, സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ സംഘത്തിന്റെ വകയാണ് ഞങ്ങൾ ഈ അഡ്വഞ്ചർ നിങ്ങൾക്കായി പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. വരൂ, മുന്നോട്ട് നീങ്ങാം. അതീവ ദുർഘടമായ വഴിയാണ്. എങ്ങനെ നീങ്ങണമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എല്ലായിടത്തും മുൾച്ചെടികളാണ്. വേറെ വഴി രാഘവൻ കാണിച്ചു തരുന്നു. നമ്മൾ ആ വഴികൾ നീങ്ങാൻ പോവുകയാണ്.